ഹലോ, വെൽക്കം ടു ഇൻസൈഡ് പോയിന്റ്. 6th സെമസ്റ്റർ ബികോമിൻ്റെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ബുക്കിൽ 5 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. 2 പാർട്ടായിട്ടാണ് മൊഡ്യൂൾസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് എയിൽ ഓഡിറ്റിംഗ് ആണ് പഠിക്കുന്നത്. പാർട്ട് ബിയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് പഠിക്കുന്നത്. ആദ്യത്തെ 3 മൊഡ്യൂൾസും ഓഡിറ്റിങ്ങിലും പിന്നീട് വരുന്ന 2 മൊഡ്യൂൾസ് കോർപ്പറേറ്റ് ഗവേണൻസിലാണ് വരുന്നത്. ഓരോ മൊഡ്യൂൾസിലും ഡിഫറെൻറ്റ് പാർട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 1 മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. എന്തിൻ്റെ മീനിങ്ങും എന്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓഡിറ്റിങ്ങിൻ്റെ മീനിങ്ങും ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. എന്താണ് ഓഡിറ്റ്? Audit means a systematic examination of books to verify the authenticity and accuracy of transaction. ട്രാൻസാക്ഷൻ്റെ ഒതൻറ്റിസിറ്റിയും അക്യുറസിയും വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ബുക്സ് സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ നടത്തുന്നതിനെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഓഡിറ്റ്? ബുക്സിൻ്റെ സിസ്റ്റമാറ്റിക് എക്സാമിനേഷനാണ്. എന്തിനു വേണ്ടി? ട്രാൻസാക്ഷൻ്റെ ഒതൻറ്റിസിറ്റിയും അക്യുറസിയും വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി. ഓഡിറ്റ് എന്താണ്, ഓഡിറ്റിംഗ് എന്താണ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനു മുൻപ് നമുക്ക് നോക്കാം റീസൺസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ ഓഡിറ്റ്. പ്രൊഫഷണൽ ഓഡിറ്റിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഫസ്റ്റ് വൺ ആണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ദി 18th century resulted in the development of large scale production and increase in the number of joint stock companies, railways, banking and insurance. With the governmental regulations on these institutions, the need for the independent auditing arose. 18th സെഞ്ച്വറിയിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ റിസൾട്ടാണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, റെയിൽവേസ്, ബാങ്കിങ്, ഇൻഷുറൻസ് ഇതിൻ്റെയൊക്കെ നമ്പറിൽ വന്നിട്ടുള്ള ഇൻക്രീസും. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മേലെയുള്ള ഗവൺമെൻറ്റൽ റെഗുലേഷൻസ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റിങ്ങിൻ്റെ നീഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പ്രൊഫഷണൽ ഓഡിറ്റിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു റീസൺ ആണ്. സെക്കൻഡ് വൺ ആണ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിംഗ്. ഇൻ 19th century, in the United Kingdom, statutory regulations were introduced regarding the audit of companies. 19th centuryയിൽ UK-യിൽ കമ്പനീസിൻ്റെ ഓഡിറ്റിങ്ങിനെ പറ്റിയുള്ള സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒരു റീസൺ ആണ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ ഓഡിറ്റിൻ്റെ. നെക്സ്റ്റ് വൺ ആണ് കമ്പനീസ് ആക്ട് 1956. ദി കമ്പനീസ് ആക്ട് 1956 and its subsequent amendment further developed and elaborated the provisions relating to the accounts and audits of the companies. 1956 കമ്പനീസ് ആക്റ്റും അതിൻ്റെ സബ്സിക്വൻറ്റ് അമെൻമെൻറ്റും ഒക്കെ കമ്പനിയുടെ ഓഡിറ്റിനെ പറ്റിയും അതുപോലെ തന്നെ അക്കൗണ്ട്സിനെ പറ്റിയുള്ള പ്രൊവിഷൻസൊക്കെ ഡെവലപ്പ് ചെയ്യുകയും എലാബറേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ കമ്പനീസ് ആക്ട് 1956 വൺ ഓഫ് ദി റീസൺ ആണ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ ഓഡിറ്റിൻ്റെ. നെക്സ്റ്റ് റീസൺ ആണ് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്. വിത്ത് ദി യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ അക്കൗണ്ടിങ്, ഈവൻ ഇൻ സ്മോൾ ബിസിനസ് ഹൗസസ്, ദി ഓഡിറ്റേഴ്സ് ആർ ഫോഴ്സ്ഡ് ടു ചേഞ്ച് their approach to auditing. ഇന്ന് ചെറിയ ബിസിനസ് ഓർഗനൈസേഷൻസ് പോലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ ഓഡിറ്റേഴ്സ് ഫോഴ്സ്ഫുള്ളി അവരുടെ ഓഡിറ്റിങ്ങിനോടുള്ള അപ്രോച്ച് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് പ്രൊഫഷണൽ ഓഡിറ്റിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു റീസൺ ആണ്. നെക്സ്റ്റ് റീസൺ ആണ് ഓഡിറ്റിംഗ് പ്രാക്ടീസസ്. ഇൻ അഡീഷൻ ടു ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്, ICAI has issued a statement on basic principles governing audit. It aims at achieving the objective of rendering high quality audit. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡിന് വേണ്ടി ICAI ബേസിക് പ്രിൻസിപ്പിൾസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓഡിറ്റ് ഗവേൺ ചെയ്യുന്നതിനുള്ള ബേസിക് പ്രിൻസിപ്പിൾസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ICAI ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി ഓഡിറ്റ് റെൻഡർ ചെയ്യുക എന്ന ഒബ്ജക്റ്റോട് കൂടിയാണ് ICAI ബേസിക് പ്രിൻസിപ്പിൾസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ ഹാസ് ത്രോൺ ഓപ്പൺ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ടു ദി ഓഡിറ്റേഴ്സ് ആൻഡ് ഓൾസോ ചലഞ്ചസ് ബൈ വേ ഓഫ് ഫോറിൻ എൻറ്റിറ്റീസ് എൻറ്ററിങ് ഇന്ത്യ. ദിസ് വിൽ നാച്ചുറലി മേക്ക് ദ ഓഡിറ്റേഴ്സ് മോർ കോപ്പറേറ്റീവ്. ഗ്ലോബലൈസേഷൻ ഓഡിറ്റേഴ്സിന് ഒത്തിരി പുതിയ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ട്.
ഒപ്പം തന്നെ കുറച്ച് ചലഞ്ചസും കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് ഫോറിൻ എൻറ്റിറ്റീസ് എൻട്രി ചെയ്യുമ്പം അത് ഇന്ത്യൻ ഓഡിറ്റേഴ്സിനൊരു ചലഞ്ചാണ്. പക്ഷേ നാച്ചുറലി ഓഡിറ്റേഴ്സിനെ വളരെ കോപ്പറേറ്റീവ് ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഗ്ലോബലൈസേഷൻ. നെക്സ്റ്റ് വണ്ണാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിച്ച് പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പബ്ലിക് ഫോർ ഒബ്റ്റെയിനിങ് ഇൻഫർമേഷൻസ് അബൌട്ട് ദി ഫങ്ഷനിങ് ഓഫ് കോർപ്പറേറ്റ് സെക്ടർ ആൻഡ് മാനേജ്മെൻറ്റ്. കോർപ്പറേറ്റ് സെക്ടറിൻ്റെ അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനിങ്ങിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പബ്ലിക്കിൻ്റെയും റൈറ്റാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രൊഫഷണൽ ഓഡിറ്റിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു റീസണാണ്. നെക്സ്റ്റ് വണ്ണാണ് എമർജൻസ് ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ്. മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ എമർജൻസ് ഹൈ ക്വാളിറ്റി ഓഡിറ്റിംഗ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റീസണാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റർ. ഓഡിറ്ററിൻ്റെ ഇൻഡിപെൻഡൻസ് എവ്രി ഡേ ഇമ്പോർട്ടൻസ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റർ പ്രൊഫഷണൽ ഓഡിറ്റിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ വൺ ഓഫ് ദി റീസണാണ്. നെക്സ്റ്റ് റീസണാണ് ദി ന്യൂ കമ്പനീസ് ആക്ട് 2013. 2013 ന്യൂ കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 138 പറയുന്നുണ്ട് ഇൻറ്റേർണൽ ഓഡിറ്ററിൻ്റെ അപ്പോയിൻമെൻറ്റ് കമ്പൽസറി ആണെന്ന്. സോ 2013 ന്യൂ കമ്പനീസ് ആക്ട് വൺ ഓഫ് ദി റീസണാണ് പ്രൊഫഷണൽ ഓഡിറ്റിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ. സോ ഇത്രയൊക്കെയാണ് റീസൺസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ ഓഡിറ്റ്. ഏതൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിംഗ്, കമ്പനീസ് ആക്ട് 1956, കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ് പ്രാക്ടീസസ്, ദെൻ ഗ്ലോബലൈസേഷൻ, ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റർ, എമർജൻസ് ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ദി ന്യൂ കമ്പനീസ് ആക്ട് 2013. ഇനി നമ്മൾ പഠിക്കുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഓഡിറ്റിംഗ്. എന്താണ് ഓഡിറ്റിംഗ്? വാട്ട് ഈസ് ഓഡിറ്റിംഗ്? നമ്മൾ മുന്നേ പറഞ്ഞു എന്താണ് ഓഡിറ്റ്. ഓഡിറ്റ് മീൻസ് ദി സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ടു വെരിഫൈ ദി ഒതൻറ്റിസിറ്റി ആൻഡ് അക്യുറസി ഓഫ് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻസിൻ്റെ ഒതൻറ്റിസിറ്റിയും അക്യുറസിയും വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ബുക്സിൻ്റെ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ നടത്തുന്നതിനെയാണ് ഓഡിറ്റ് എന്നാണ് നമ്മൾ മുൻപ് പഠിച്ചത്. ദി വേർഡ് ഓഡിറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ഓഡെയോ വിച്ച് മീൻസ് ടു ഹിയർ. ഓഡെയർ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഓഡിറ്റ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ വേർഡിൻ്റെ മീനിങ്? ടു ഹിയർ എന്നാണ് ഈ വേർഡിൻ്റെ മീനിങ്. നമ്മൾ പറഞ്ഞു എന്താണ് ഓഡിറ്റ്. ഇനി എന്താണ് ഓഡിറ്റിംഗ്? ഓഡിറ്റിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് കണ്ടക്ടിങ് ആൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഓഡിറ്റ് പ്രോസസ്സാണ് ഓഡിറ്റിംഗ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഡെഫിനിഷൻ ഓഫ് ഓഡിറ്റിംഗ്. ദി ഇൻ്റർനാഷണൽ ഓഡിറ്റിംഗ് പ്രാക്ടീസസ് കമ്മിറ്റി ഡിഫൈൻസ് ഓഡിറ്റിംഗ് ആസ് ദി ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് ആൻ എൻറ്റിറ്റി whether profit oriented or not, irrespective of its size or legal form, when such an examination is conducted with a view to expressing an opinion thereon. ഇൻ്റർനാഷണൽ ഓഡിറ്റിംഗ് പ്രാക്ടീസസ് കമ്മിറ്റിയുടെ ഡെഫിനിഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇൻ്റർനാഷണൽ ഓഡിറ്റിംഗ് പ്രാക്ടീസസ് കമ്മിറ്റി? ഒരു എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷനാണ് ഓഡിറ്റിംഗ്. ഇവിടെ എൻറ്റിറ്റി പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണോ അല്ലയോ എന്ന് നോക്കുന്നില്ല. എൻറ്റിറ്റിയുടെ സൈസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. എൻറ്റിറ്റിയുടെ ലീഗൽ ഫോമും കൺസിഡർ ചെയ്യുന്നില്ല. ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള വ്യൂയോടുകൂടി ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. സിംപ്ലി പറഞ്ഞാൽ ഒരു എൻറ്റിറ്റിയുടെ ലീഗൽ ഫോം അതുപോലെ തന്നെ സൈസ് ഇതൊന്നും കൺസിഡർ ചെയ്യാതെ ആ എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ നടത്തി അതിൻ്റെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഓഡിറ്റിംഗ് എന്നാണ് ഇൻ്റർനാഷണൽ ഓഡിറ്റിംഗ് പ്രാക്ടീസസ് കമ്മിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ആൻഡ് ബുക്ക് കീപ്പിംഗ്. ഫസ്റ്റ് ഡിഫറൻസ് നോക്കാം. ബുക്ക് കീപ്പിംഗ് ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ദി ഡെയിലി ട്രാൻസാക്ഷൻ ഇൻ എ സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ ബുക്സ്. ഓഡിറ്റിംഗ് it is a verification of the accuracy of the entries made in the books of accounts by accounts clerks. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഡെയിലി ട്രാൻസാക്ഷൻസിൻ്റെ റെക്കോർഡിംഗ് ആണ്. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്
എൻട്രീസിൻ്റെ എക്യുറസിയുടെ വെരിഫിക്കേഷനാണ്. സെക്കൻഡ് ഡിഫറൻ്റ് ആണ്, ദി വർക്ക് ഓഫ് ബുക്ക് കീപ്പിംഗ് ഈസ് ഡൺ ബൈ ദി ജൂനിയർ അക്കൗണ്ടൻസ് ഓർ ബുക്ക് കീപ്പേഴ്സ്. ഓഡിറ്റിംഗ്, ദ വർക്ക് ഈസ് ഡൺ ബൈ ഓഡിറ്റേഴ്സ്. ബുക്ക് കീപ്പേഴ്സ് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടൻസ് ആണ് ബുക്ക് കീപ്പിംഗ് എന്ന വർക്ക് ചെയ്യുന്നത്. ഓഡിറ്റേഴ്സ് ആണ് ഓഡിറ്റിംഗ് എന്ന വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിഫറൻ്റ് ആണ്, ബുക്ക് കീപ്പിംഗ്. Generally, bookkeepers do not possess any specialized training for recording business transactions. Auditing, the auditors are required to have special knowledge and training. സാധാരണ ബുക്ക് കീപ്പേഴ്സിന് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആവശ്യമായിട്ട് വരുന്നില്ല. പക്ഷേ ഓഡിറ്റേഴ്സിന് സ്പെഷ്യൽ നോളജും ട്രെയിനിങ്ങും ആവശ്യമാണ്. ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് ഓഡിറ്റേഴ്സ്. നെക്സ്റ്റ് ഡിഫറൻ്റ് ആണ് ബുക്ക് കീപ്പിംഗ്. ദ വർക്ക് ഈസ് മോർ ഓർ ലെസ് ഓഫ് മെക്കാനിക്കൽ ഓർ routine in nature. Auditing, the work of auditing is of technical nature. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ അല്ലെങ്കിൽ റൂട്ടീൻ ഇൻ നേച്ചർ ആണ്. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ടെക്നിക്കൽ നേച്ചർ ആണ്. നെക്സ്റ്റ് ഡിഫറൻ്റ് ആണ്, ദി വർക്ക് ഓഫ് ബുക്ക് കീപ്പിംഗ് പ്രൊസീഡ്സ് ഓഡിറ്റിംഗ്. ദ വർക്ക് ഓഫ് ഓഡിറ്റിംഗ് സ്റ്റാർട്ട്സ് വിത്ത് ദി ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. ഓഡിറ്റിങ്ങിന് മുൻപാണ് ബുക്ക് കീപ്പിംഗ് വർക്ക് നടക്കുന്നത്. ദെൻ ഓഡിറ്റിംഗിൽ പറയുന്നത് ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്തതിന് ശേഷമാണ്. നെക്സ്റ്റ് ഡിഫറൻ്റ് ആണ്, ബുക്ക് കീപ്പേഴ്സ് ആർ റെഗുലർ ആൻഡ് പെയ്ഡ് എംപ്ലോയീസ്. ഓഡിറ്റേഴ്സ് ആർ ഔട്ട്സൈഡേഴ്സ് അപ്പോയിൻറ്റഡ് ഫോർ ദി സ്പെസിഫിക് ജോബ് ആൻഡ് ആർ പെയ്ഡ് എ ഫിക്സഡ് ഫീ. ബുക്ക് കീപ്പേഴ്സ് റെഗുലർ ആണ്, കമ്പനിയുടെ റെഗുലർ എംപ്ലോയീസ് ആണ് ബുക്ക് കീപ്പേഴ്സ്. പെയ്ഡ് എംപ്ലോയീസ് ആണ് ബുക്ക് കീപ്പേഴ്സ്. ഓഡിറ്റേഴ്സ് കമ്പനിയുടെ ഔട്ട്സൈഡേഴ്സ് ആണ്, അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സ്പെസിഫിക് ജോബിന് വേണ്ടിയാണ്. അതിനൊരു ഫിക്സഡ് ഫീ ആണ് അവർക്ക് പേ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിഫറൻ്റ് ആണ്, ബുക്ക് കീപ്പിംഗ് വർക്ക് ഈസ് കൺസ്ട്രക്റ്റീവ് ഇൻ അപ്രോച്ച്. ഓഡിറ്റ് വർക്ക് ഈസ് ക്രിട്ടിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ഇൻ അപ്രോച്ച്. ബുക്ക് കീപ്പിംഗ് കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ആണ്. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ഇൻ അപ്രോച്ച് ആണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസിയും ഓഡിറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഡിഫറൻസ്, അക്കൗണ്ടിംഗ് ബിഗിൻസ് വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. വേർ അക്കൗണ്ടൻസി എൻഡ്സ് ഓഡിറ്റിംഗ് ബിഗിൻസ്. അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് പറയുന്ന ഡിഫറൻ്റ് ആണ്, അക്കൗണ്ടിംഗ് ബിഗിൻ ചെയ്യുന്നത് ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുമ്പോഴാണ്. ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുമ്പോഴാണ് അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഓഡിറ്റിങ്ങിൽ പറയുന്നത് അക്കൗണ്ടൻസി എൻഡ് ചെയ്യുമ്പോഴാണ് ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിഫറൻ്റ് ആണ് അക്കൗണ്ടൻസി. The man who performs the work of accountancy is called an accountant. Auditing, the man interested with the work of auditing is called an auditor. അക്കൗണ്ടൻസി വർക്ക് പെർഫോം ചെയ്യുന്ന ആളുകളെ അക്കൗണ്ടൻറ്റ് എന്നാണ് വിളിക്കുന്നത്. അക്കൗണ്ടൻസി ചെയ്യുന്ന ആളുകളാണ് അക്കൗണ്ടൻറ്റ്. ഓഡിറ്റിംഗ് ചെയ്യുന്ന ആളുകളാണ് ഓഡിറ്റർ. നെക്സ്റ്റ് ഡിഫറൻ്റ് ആണ് അക്കൗണ്ടൻസി. ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ ദി അക്കൗണ്ടൻറ്റ് to pass the chartered accountants examination. Next auditing പറയുന്നു, it is compulsory for him to possess a CA degree and a membership in the Institute of Chartered Accountants. അക്കൗണ്ടൻറ്റിന് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എക്സാമിനേഷൻ പാസ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഓഡിറ്റേഴ്സിന് CA ഡിഗ്രി നിർബന്ധമാണ്. ഒപ്പം തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മെമ്പർഷിപ്പും എടുത്തിരിക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ നിന്ന് മെമ്പർഷിപ്പും CA ഡിഗ്രിയും ഒരു ഓഡിറ്ററിന് നിർബന്ധമാണ്. പക്ഷേ ഒരു അക്കൗണ്ടൻറ്റിന് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എക്സാമിനേഷൻ പാസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് ഡിഫറൻ്റ് ആണ്, ദി അക്കൗണ്ടൻറ്റ് പ്രിപ്പയേഴ്സ് ട്രയൽ ബാലൻസ് ആൻഡ് ഫൈനൽ അക്കൗണ്ട് ഓഫ് ദി കൺസേൺ. ദി ഓഡിറ്റർ ഈസ് ടു ഫൈൻഡ് ഔട്ട് whether the final accounts exhibit a true and fair view of the state of affairs of the concern. അക്കൗണ്ടൻറ്റ് ഒരു കൺസേണിൻ്റെ ട്രയൽ ബാലൻസും ഫൈനൽ അക്കൗണ്ടുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓഡിറ്റർ ഫൈനൽ അക്കൗണ്ട് ട്രൂ ആണോ ഫെയർ ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിഫറൻറ്റ്, ദി വർക്ക് ഓഫ് അക്കൗണ്ടൻസ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ഹോൾ ഫിനാൻഷ്യൽ ഇയർ. ഓഡിറ്റിംഗ് ഇസ് ജനറലി അണ്ടർടേക്കൺ ആഫ്റ്റർ ദി ക്ലോസ് ഓഫ് ദി ഇയർ. ഫിനാൻഷ്യൽ ഇയർ മുഴുവനും അക്കൗണ്ടൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഓഡിറ്റിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിഫറൻ്റ് ആണ്, അക്കൗണ്ടിംഗ് ഈസ് നെസസിറ്റി. ഓഡിറ്റിംഗ് വാസ് ലക്ഷറി, നൗ ഇറ്റ് ഈസ് നെസസിറ്റി. അക്കൗണ്ടൻസി നെസസിറ്റി ഉള്ളതാണ്,
ഓഡിറ്റിംഗ് ലക്ഷറി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഓഡിറ്റിങ്ങിനും നെസസിറ്റി ഉണ്ട്. നെക്സ്റ്റ് ഡിഫറെൻ്റ് ആണ്. ആൻ അക്കൗണ്ടൻറ്റ് ഈസ് എ സാലറിഡ് സ്റ്റാഫ് ആൻഡ് റെഗുലർ എംപ്ലോയി ഓഫ് ദി കൺസേൺ. ഹീ ഈസ് ആൻ ഇൻസൈഡർ. ആൻ ഓഡിറ്റർ ഈസ് ആൻ ഔട്ട്സൈഡർ ആൻഡ് ഹീ ഈസ് പെയ്ഡ് എ ഫിക്സഡ് ഫീ. ഒരു അക്കൗണ്ടൻറ്റ് സാലറിഡ് സ്റ്റാഫാണ്. കമ്പനിയുടെ റെഗുലർ എംപ്ലോയി ആണ് ഒരു അക്കൗണ്ടൻറ്റ്. ഇൻസൈഡറാണ് ഒരു അക്കൗണ്ടൻറ്റ്. ഓഡിറ്റർ ഔട്ട്സൈഡറാണ്. അവർക്കൊരു ഫിക്സഡ് ഫീ ആണ് പേ ചെയ്യുന്നത്. ഇതൊക്കെയാണ് അക്കൗണ്ടൻസിയും ഓഡിറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസസ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഒബ്ജക്ട്സ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്ട്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൈമറി ഒബ്ജക്റ്റ്, രണ്ട് സബ്സിഡിയറി ഒബ്ജക്റ്റ്. പ്രൈമറി ഒബ്ജക്റ്റിനെ മെയിൻ ഒബ്ജക്റ്റ് എന്നും പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് എന്നും പറയുന്നുണ്ട്. സബ്സിഡിയറി ഒബ്ജക്റ്റിനെ ആൻസിലറി ഒബ്ജക്റ്റ് എന്നും ഇൻസിഡൻ്റൽ ഒബ്ജക്റ്റ് എന്നും പറയുന്നു. സബ്സിഡിയറി ഒബ്ജക്റ്റിനെ എഗെയിൻ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്, രണ്ട് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സ്. ഫസ്റ്റ് നമുക്ക് പ്രൈമറി ഒബ്ജക്റ്റ് നോക്കാം. പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റിംഗ് ഈസ് റിപ്പോർട്ടിംഗ് ടു ദി മാനേജ്മെൻറ്റ് ആൻഡ് ടു സീ വെദർ ദ ഫൈനൽ അക്കൗണ്ട്സ് ആർ ഡ്രോൺ ആസ് പെർ ലോ. മാനേജ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യുക, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ലോ അനുസരിച്ചാണ് എന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഓഡിറ്റിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവിൽ വരുന്നത്. ഒരു പ്രൊപ്രൈറ്ററി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് കൺസേണിനെ സംബന്ധിച്ചിടത്തോളം എറേഴ്സ് അല്ലെങ്കിൽ ഫ്രോഡ് ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റ്. സോ നമുക്ക് പറയാൻ സാധിക്കും, ഒരു ബിസിനസ് കൺസേണിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ലോ അനുസരിച്ചാണോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, ഫെയർ ആണോ, ട്രൂ ആണോ എന്നൊക്കെ എക്സാമിൻ ചെയ്യുകയും മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് ഒബ്ജക്റ്റാണ് സബ്സിഡിയറി ഒബ്ജക്റ്റ്. സബ്സിഡിയറി ഒബ്ജക്റ്റ് രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്, രണ്ട് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സ്. നമുക്ക് ആദ്യം എന്താണ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് എറേഴ്സ് എന്നറിയണം. എറേഴ്സ് ആർ മിസ്റ്റേക്സ് committed while recording the transactions, posting, costing, carrying forward and balancing the accounts. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴും പോസ്റ്റിംഗ് ചെയ്യുമ്പോഴും കോസ്റ്റിംഗ് ചെയ്യുമ്പോഴും ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോഴും അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യുമ്പോഴും ഒക്കെ വരുന്ന മിസ്റ്റേക്സ് ആണ് എറേഴ്സ്. ഇന്നസെൻസിലൂടെയും കെയർലെസ് ആയിട്ടൊരു വർക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് സാധാരണ എറേഴ്സ് വരാറുള്ളത്. ദേ ആർ അൺഇൻറ്റൻഷണൽ മിസ്റ്റേക്സ്. എറേഴ്സ് എന്ന് പറയുന്നത് അൺഇൻറ്റൻഷണൽ മിസ്റ്റേക്സ് ആണ്. നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കാതെ വരുന്ന മിസ്റ്റേക്സ് ആണ് എറേഴ്സ്. അതായത് നമ്മൾ അറിയാതെ പറ്റുന്ന മിസ്റ്റേക്സ് ആണ് എറേഴ്സ്. സാധാരണ ചില എറേഴ്സൊക്കെ ട്രയൽ ബാലൻസിലെ ഡിസഗ്രിമെൻറ്റിലൂടെ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ചില എറേഴ്സ് നമുക്ക് അങ്ങനെ സാധിക്കുന്നില്ല. അതായത് ചില എറേഴ്സൊക്കെ ട്രയൽ ബാലൻസിൽ ഡിസഗ്രിമെൻറ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ചില എറേഴ്സ് അങ്ങനെ ട്രയൽ ബാലൻസിൽ ഡിസ്ക്ലോസ് ആവുന്നില്ല. എറേഴ്സ് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്ലറിക്കൽ എറർ, രണ്ട് ടെക്നിക്കൽ എറർ. ക്ലറിക്കൽ എററിനെ എഗെയിൻ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് എറേഴ്സ് ഓഫ് ഒമിഷൻ, രണ്ട് എറേഴ്സ് ഓഫ് കമ്മീഷൻ, മൂന്ന് കോമ്പൻസേറ്റിംഗ് എറർ. എറേഴ്സ് ഓഫ് ഒമിഷൻ. ദി എറേഴ്സ് ഓഫ് ഒമിഷൻ arise when a transaction is wholly or partly omitted, being properly recorded in the books. ബുക്സിൽ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാതെ ഒരു ട്രാൻസാക്ഷൻ ഹോളി അല്ലെങ്കിൽ പാർട്ട്ലി ഒമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എറേഴ്സ് ഓഫ് ഒമിഷൻ ഹോളി സംഭവിക്കാം, പാർട്ട്ലി സംഭവിക്കാം. എന്താണ് ഹോളി ഒമിഷൻ അല്ലെങ്കിൽ എന്താണ് പാർട്ട്ലി ഒമിഷൻ? ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യുന്നതിൽ നിന്നും ഒമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഹോളി ഒമിഷൻ എന്ന് പറയുന്നത്. എന്താണ് പാർട്ട്ലി ഒമിഷൻ അല്ലെങ്കിൽ പാർഷ്യൽ ഒമിഷൻ? ഒരു ട്രാൻസാക്ഷൻ്റെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ്, ക്രെഡിറ്റ് ആസ്പെക്റ്റോ അല്ലെങ്കിൽ ഡെബിറ്റ് ആസ്പെക്റ്റോ റെക്കോർഡ് ചെയ്യുന്നതിൽ നിന്നും ഒമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പാർഷ്യൽ ഒമിഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്? തറോ സ്ക്രൂട്ടിനിയിലൂടെ മാത്രമാണ് അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ടുള്ള സ്ക്രൂട്ടിനിയിലൂടെ മാത്രമാണ് എറേഴ്സ് ഓഫ് ഒമിഷൻ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അടുത്ത എററാണ്
Errors of commission. Errors of commission generally arise when a transaction has been recorded and wrongly entered in the original entry ledger due to negligence. നെഗ്ലിജൻസ് കാരണം ഒറിജിനൽ എൻട്രി ചെയ്യാതെ റോങ് എൻട്രി ചെയ്യുന്നതിനെയാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ ഒറിജിനൽ എൻട്രി ചെയ്യാതെ റോങ് എൻട്രി ചെയ്യുന്നതിനെയാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ക്രെഡിറ്റ് സെയിൽ ഓഫ് ₹360 to A is entered in A's ledger ₹630. എക്ക് 360 രൂപയുടെ ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ടുണ്ട്. ഇത് എയുടെ ലെഡ്ജറിൽ എൻ്റർ ചെയ്യുമ്പോൾ 360 എന്ന എമൗണ്ട് 630 ആവുന്നു. ഇത് എറേഴ്സ് ഓഫ് കമ്മീഷൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് 360 എന്നുള്ള എമൗണ്ടാണ് ആക്ച്വലി ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. പക്ഷേ 360 എന്ന് എൻ്റർ ചെയ്യാതെ റോങ് ആയി 630 എന്നാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. ട്രയൽ ബാലൻസിൽ ഡിസഗ്രിമെൻറ്റ് വരുമ്പോൾ എറേഴ്സ് ഓഫ് കമ്മീഷൻ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് എററാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. കോമ്പൻസേറ്റിംഗ് എററിനെ ഓഫ്സെറ്റിംഗ് എറേഴ്സ് എന്നും പറയുന്നുണ്ട്. എ കോമ്പൻസേറ്റിംഗ് എറർ ഓർ ഓഫ്സെറ്റിംഗ് എറർ ഈസ് വൺ വിച്ച് ഈസ് കൗണ്ടർ ബാലൻസ്ഡ് ബൈ അനദർ എറർ. ഒരു എറർ മറ്റൊരു എററിനെ ബാലൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എററാണ് കോമ്പൻസേറ്റിംഗ് എറർ. ഫോർ എക്സാമ്പിൾ, rent paid account is overcast by ₹1000 and rent received is overcast by ₹1000. rent paid ₹1000 overcast ചെയ്തു, അതേപോലെ തന്നെ rent received ₹1000 overcast ചെയ്തു. സോ ഒരു എറർ മറ്റൊരു എററിനെ ഇവിടെ ബാലൻസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് കോമ്പൻസേറ്റിംഗ് എറർ ഡിറ്റക്റ്റ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ കംപ്ലീറ്റ് ആയി തറോവായി ചെക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് കോമ്പൻസേറ്റിംഗ് എറർ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു എറേഴ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്ലറിക്കൽ എറർ, രണ്ട് ടെക്നിക്കൽ അല്ലെങ്കിൽ എറർ ഓഫ് പ്രിൻസിപ്പിൾസ്. ക്ലറിക്കൽ എററിനെ എഗെയിൻ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഇവ മൂന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് ടെക്നിക്കൽ എറർ അല്ലെങ്കിൽ എറർ ഓഫ് പ്രിൻസിപ്പിൾസ് എന്താണെന്നാണ്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് അറൈസ് വെൻ entries are recorded against the accepted fundamental principles of accountancy. അക്കൗണ്ടൻസിയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എൻട്രീസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറേഴ്സാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്. അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന് എതിരായി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ടാകുന്നത്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ഒരിക്കലും ട്രയൽ ബാലൻസിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. മിനിറ്റ്സ് ബുക്കും കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് ഇതൊക്കെ തറോവായി ഇൻഡിപെൻഡൻ്റായി ഇൻ്റലിജൻ്റായിട്ട് സ്ക്രൂട്ടിനി ചെയ്യുമ്പോൾ മാത്രമാണ് ഈ എറർ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒബ്ജക്ട്സ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിങ്ങിന് രണ്ട് ഒബ്ജക്ട്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. ഒന്ന് പ്രൈമറി ഒബ്ജക്റ്റ്, രണ്ട് സബ്സിഡിയറി ഒബ്ജക്റ്റ്. സബ്സിഡിയറി ഒബ്ജക്റ്റിനെ എഗെയിൻ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് എന്താണെന്നാണ്. ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്. ഫ്രോഡ് മീൻസ് ഫാൾസ് റെപ്രസെൻറ്റേഷൻ ഓർ മേക്കിംഗ് എ റോങ് എൻട്രി ഇൻറ്റൻഷണലി ടു ഡിഫ്രോഡ് സംബഡി. ആരെയെങ്കിലും ഡിഫ്രോഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു റോങ് എൻട്രി, ഇൻറ്റൻഷണലി ഒരു റോങ് എൻട്രി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഫാൾസ് റെപ്രസെൻറ്റേഷൻ ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഫ്രോഡ് എന്ന് പറയുന്നത് ഫാൾസ് റെപ്രസെൻറ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഡിഫ്രോഡ് ചെയ്യുന്നതിന് വേണ്ടി മനഃപൂർവ്വം റോങ് എൻട്രി ഉണ്ടാക്കുന്നതിനെയാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. പ്രൊപ്രൈറ്ററിന് ലോസ് അല്ലെങ്കിൽ ലയബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് ഫ്രോഡിൻ്റെ റിസൾട്ട്. അതായത് ഫ്രോഡ് ചെയ്യുമ്പോൾ പ്രൊപ്രൈറ്ററിന് ലയബിലിറ്റി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ലോസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ ഫ്രോഡ് എന്ന് പറയുന്നത് ഇൻറ്റൻഷനലി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇൻറ്റൻഷനലി ആരെങ്കിലും ഡിഫ്രോഡ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. 3 ടൈപ്സ് ഓഫ് ഫ്രോഡ് ഉണ്ട്. ഒന്ന് മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, 2 മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്, 3 ഫ്രോഡുലൻറ്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. ഫസ്റ്റ് വൺ ആണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്. Misappropriation of cash is a very easy affair, especially in big concerns where the proprietor has no direct touch with and control over the persons handling cash.
മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു അഫെയറാണ്. പ്രത്യേകിച്ചും ബിഗ് കൺസേൺസ് ആണെങ്കിൽ അവിടെ ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്ന പേഴ്സൺസിൻ്റെ മേലെ പ്രൊപ്രൈറ്ററിന് ഡയറക്റ്റ് ടച്ചോ ഡയറക്റ്റ് കൺട്രോളോ ഒന്നും ഉണ്ടാവുന്നില്ല. സോ ഇതൊരു ഈസി ടൈപ്പ് ഓഫ് ഫ്രോഡാണ്. സെക്കൻഡ് വണ്ണാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്. എംപ്ലോയീസ് മേ സ്റ്റീൽ ഗുഡ്സ് ആൻഡ് സ്റ്റോഴ്സ്. എംപ്ലോയീസ് ഗുഡ്സും സ്റ്റോഴ്സും ഒക്കെ സ്റ്റീൽ ചെയ്യാം. ഇവിടെ പറയുന്നത് വാല്യുബിൾ ഗുഡ്സിൻ്റെ ആക്ച്വൽ തെഫ്റ്റാണ് ഇവിടെ നടക്കുന്നത്. വാല്യുബിൾ ഗുഡ്സ് തെഫ്റ്റ് ചെയ്യുന്നതാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സിൽ മെയിനായിട്ടും വരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഫ്രോഡലൻറ്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. Falsification of accounts is generally done by directors, managers and other responsible persons and not by the subordinates. Subordinates അല്ലാതെ റെസ്പോൺസിബിൾ പേഴ്സൺസ് ആയിട്ടുള്ള മാനേജേഴ്സ്, ഡയറക്ടേഴ്സ് ഒക്കെ അക്കൗണ്ട്സിനെ ഫാൾസിഫിക്കേഷൻ ചെയ്യുന്നതിനെയാണ് ഫ്രോഡലൻറ്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു ഫേമസ് റിമാർക്കിനെ പറ്റിയാണ്. An auditor is a watchdog but not a bloodhound. It is a famous remark made by Justice Lobb more than 100 years ago. ഏകദേശം 100-ലധികം വർഷങ്ങൾക്ക് മുൻപ് ജസ്റ്റിസ് ലോബ് മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു റിമാർക്കാണ് ഇത്. 1896 കിങ്സ്റ്റൺ കോട്ടൺ മിൽസ് കമ്പനിയുടെ കേസിലാണ് ഈ റിമാർക്ക് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പറയുന്നത് ഒരു ഓഡിറ്റോ എറേഴ്സിനെതിരെ, ഫ്രോഡിനെതിരെ കെയർഫുൾ ആയിരിക്കണം, അലേർട്ടായിരിക്കണം. പക്ഷേ ഒരിക്കലും എല്ലായ്പ്പോഴും അദ്ദേഹം സസ്പീഷ്യസ് ആയിരിക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു ഓഡിറ്റോ ഫ്രോഡിനെതിരെ, എററിനെതിരെ അലേർട്ടായിരിക്കണം, കെയർഫുൾ ആയിരിക്കണം. പക്ഷേ എല്ലായ്പ്പോഴും സസ്പീഷ്യസ് ആയി ഇരിക്കേണ്ട ആവശ്യമില്ല. ഒരു ഓഡിറ്റോ റീസണബിൾ കോഷൻ എടുക്കണം, കെയർ എടുക്കണം, സ്കിൽ എടുക്കണം. പക്ഷേ ഒരിക്കലും ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ബിഹേവ് ചെയ്യേണ്ടതില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ആൻ ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട്. ഒരു ഓഡിറ്റർ വാച്ച് ഡോഗാണ്, ബ്ലഡ് ഹൗണ്ട് അല്ല. ഒരു ഓഡിറ്റർ റീസണബിൾ കോഷൻ, കെയർ, സ്കില്ലൊക്കെ എടുക്കണം എറേഴ്സിനും ഫ്രോഡ്സിനുമെതിരെ. പക്ഷേ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ആവേണ്ടതില്ല. അതാണ് ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട് എന്ന റിമാർക്സ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് ഓഡിറ്റ് ഓർ ഓഡിറ്റ് ഫങ്ഷൻസ്. ഓഡിറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ഓഡിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ടു അസർട്ടൈൻ ദി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് പാറ്റേൺ ഓഫ് ദി ഓർഗനൈസേഷൻസ്. ഓർഗനൈസേഷൻസിൻ്റെ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, ഇൻറ്റേർണൽ കൺട്രോൾ, മാനേജ്മെൻറ്റ് പാറ്റേൺ ഒക്കെ അസർട്ടൈൻ ചെയ്യുന്നു. സെക്കൻഡ് ഫങ്ഷനാണ് ടു എക്സാമിൻ ദി അരിത്തമാറ്റിക്കൽ അക്യുറസി ഓഫ് ദി റെക്കോർഡ്സ്. റെക്കോർഡ്സിൻ്റെ അരിത്തമാറ്റിക്കൽ അക്യുറസി എക്സാമിൻ ചെയ്യുന്നു. നെക്സ്റ്റ് ഫങ്ഷനാണ് ടു റിവ്യൂ ദി ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് ദി ഒതൻറ്റിസിറ്റി, വാലിഡിറ്റി ആൻഡ് അക്യുറസി ഓഫ് ദി ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ ബുക്സിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ഒതൻറ്റിസിറ്റിയും വാലിഡിറ്റിയും അക്യുറസിയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഡോക്യുമെൻ്ററി എവിഡൻസ് റിവ്യൂ ചെയ്യുന്നു. നെക്സ്റ്റ് ഫങ്ഷനാണ് ടു വെരിഫൈ വെദർ ഓൾ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് അക്കോർഡിംഗ് ടു സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണോ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്ന് വെരിഫൈ ചെയ്യുന്നു. ടു വെരിഫൈ ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് എൻഷുർ ദാറ്റ് ദ അസറ്റ്സ് ആർ പ്രോപ്പർലി വാല്യൂഡ്. എന്താണ് ഈ ഫംഗ്ഷൻ പറയുന്നത്? അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വെരിഫൈ ചെയ്യുന്നു, ഒപ്പം തന്നെ അസറ്റ്സ് പ്രോപ്പറായിട്ട് വാല്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ് ഫംഗ്ഷനാണ് ടു എക്സാമിൻ വെദർ ദി ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് കറക്റ്റ്ലി ആൻഡ് റെക്കോർഡഡ് പ്രോപ്പർലി ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കറക്റ്റായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് എക്സാമിൻ ചെയ്യുന്നു, ഒപ്പം തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നും ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ് വണ്ണാണ് ടു റിപ്പോർട്ട് ഓൺ ദി ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദി ബിസിനസ് ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ഓഡിറ്റ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ്. ദി അഡ്വാൻറ്റേജസ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ആസ് ഫോർ ദി ബിസിനസ്, for the owners of the business, for the society.
ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് അഡ്വാൻറ്റേജസ് ടു ദ ബിസിനസ്. ബിസിനസ്സിന് ഓഡിറ്റിംഗ് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത് എന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഹെൽപ്സ് ഇൻ ഡിറ്റക്റ്റിംഗ് ആൻഡ് പ്രിവെൻറ്റിംഗ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സിലെ ഫ്രോഡ് എറേഴ്സൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും ഓഡിറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ, ഓഡിറ്റിംഗ് എൻഷ്യൂർസ് ദി അക്യുറസി ഓഫ് ദി അക്കൗണ്ട്. അക്കൗണ്ടിൻ്റെ അക്യുറസി ഉറപ്പുവരുത്തുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഇറ്റ് എൻഷ്യൂർ ദി ഒതൻറ്റിസിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒതൻറ്റിസിറ്റിയും റിലയബിലിറ്റിയും എൻഷ്യൂർ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ലോൺസ് ആൻഡ് ക്രെഡിറ്റ്സ് ക്യാൻ ബി ഈസിലി ഒബ്റ്റെയിൻ ഫ്രം ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ബാങ്കുകളിൽ നിന്നുമൊക്കെ ഈസിയായി ലോൺസും ക്രെഡിറ്റ്സൊക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഇറ്റ് ഈസ് ഈസി ടു കംപ്ലീറ്റ് ദ വെൽത്ത് ടാക്സ്, ഇൻകം ടാക്സ്, GST എക്സെട്ര ഓൺ ദി ബേസിസ് ഓഫ് ഓഡിറ്റഡ് അക്കൗണ്ട്സ്. ഓഡിറ്റ് ചെയ്ത അക്കൗണ്ട്സിൻ്റെ ബേസിസിൽ വെൽത്ത് ടാക്സ്, ഇൻകം ടാക്സ്, GST ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഈസിയാണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് if the accounts are audited by professional and qualified auditor, the business can enjoy reputation and goodwill. അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റർ ആണെങ്കിൽ ബിസിനസ്സിന് റെപ്യൂട്ടേഷനും ഗുഡ്വില്ലും എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ടു ദി സൊസൈറ്റി. അഡ്വാൻറ്റേജസ് ടു ബിസിനസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് അഡ്വാൻറ്റേജസ് ടു ദി സൊസൈറ്റി. ഓഡിറ്റിംഗ് കൊണ്ട് സൊസൈറ്റിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത് എന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട് ഈസ് മോർ റിലയബിൾ ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാങ്ക്സ് ഫോർ സാങ്ഷനിങ് ക്രെഡിറ്റ് ആൻഡ് അതർ അഡ്വാൻസസ്. ബാങ്ക്സിനും ക്രെഡിറ്റേഴ്സിനൊക്കെ ലോൺസും അതുപോലെ തന്നെ അഡ്വാൻസസൊക്കെ ഗ്രാൻഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സാങ്ഷൻ ചെയ്യുന്നതിന് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് നോക്കിയാൽ മതി. ബിക്കോസ് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് വളരെയധികം റിലയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് നോക്കിയിട്ടാണ് ക്രെഡിറ്റേഴ്സും ബാങ്ക്സും ഒക്കെ ലോൺസും അഡ്വാൻസസും ഒക്കെ സാങ്ഷൻ ചെയ്യുന്നത്. സെക്കൻഡ് അഡ്വാൻറ്റേജ് ആണ് ദി ഇൻകം ടാക്സ് ആൻഡ് GST അതോറിറ്റീസ് കൺസിഡർ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ടു ബി റിലയബിൾ. ഇൻകം ടാക്സ് അതോറിറ്റീസും GST അതോറിറ്റീസും ഒക്കെ ഓഡിറ്റഡ് അക്കൗണ്ട്സിനെ റിലയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്ത അഡ്വാൻറ്റേജ് ആണ് ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ വർക്കേഴ്സ് റിഗാർഡിംഗ് ഡിമാൻഡ് ഫോർ മോർ വേജ് ആൻഡ് ബോണസ്. ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആർ കൺസിഡേർഡ് എ വാല്യുബിൾ ആൻഡ് റിലയബിൾ ഡോക്യുമെൻറ്റ്. കൂടുതൽ വേജ് വേണം, കൂടുതൽ ബോണസ് വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വർക്കേഴ്സ് തമ്മിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നതിന് ഓഡിറ്റഡ് അക്കൗണ്ട്സ് കൺസിഡർ ചെയ്താൽ മതി. ബിക്കോസ് ഓഡിറ്റഡ് അക്കൗണ്ട്സ് വളരെ വാല്യുബിൾ ആണ്, വളരെ റിലയബിൾ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. അടുത്ത അഡ്വാൻറ്റേജ് ആണ് ദി ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ക്രിയേറ്റ് എ കോൺഫിഡൻറ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡിൽ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് അഡ്വാൻറ്റേജസ് ടു ദി സൊസൈറ്റി. അടുത്ത ടൈപ്പ് ഓഫ് അഡ്വാൻറ്റേജ് ആണ് അഡ്വാൻറ്റേജസ് ടു ദി ഓണേഴ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഓണേഴ്സിന് ഓഡിറ്റിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, the business owned by sole trader and partners in a partnership can rely on the audited financial statement. സോൾ ട്രേഡർ ഓൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിലും പാർട്ട്നേഴ്സ് ഓൺ ചെയ്യുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ റിലേ ചെയ്യാൻ അവർക്ക് സാധിക്കും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഇൻ ദി കേസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് who have no hand in the actual running business, auditing assures them of the proper maintenance of accounts. നമുക്കറിയാം ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൈകളിലല്ല ആ കമ്പനിയുടെ ആക്ച്വൽ ബിസിനസ് റൺ ചെയ്യുന്നത്. സോ ഓഡിറ്റിംഗ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും കമ്പനിയുടെ അക്കൗണ്ട്സ് പ്രോപ്പറായിട്ടാണോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ കമ്പനി ഫെയർ ആയിട്ടാണോ പോകുന്നത്, പ്രോപ്പറായിട്ടാണോ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഷെയർ ഹോൾഡേഴ്സിനെ ഓഡിറ്റിംഗ് കൊണ്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ്. ഫസ്റ്റ് വൺ, ഓഡിറ്റിംഗ് ഡസ് നോട്ട് ഷോ സിഗ്നൽസ് എബൌട്ട് ഇൻഎഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് എത്തിക്സ്. മാനേജ്മെൻറ്റിൻ്റെ ഇൻഎഫിഷ്യൻസിയെ പറ്റിയോ ബിസിനസ് എത്തിക്സിനെ പറ്റിയോ ഉള്ള സിഗ്നൽസ് ഒന്നും ഓഡിറ്റിംഗ് കാണിക്കാറില്ല. നമുക്കറിയാം ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ എക്സാമിനേഷനാണ്. മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയോ അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസിയോ ഒന്നുമല്ല ഇവിടെ എക്സാമിൻ ചെയ്യുന്നത്.
നെക്സ്റ്റ് ലിമിറ്റേഷൻ ആണ് ദി ഓഡിറ്റിംഗ് മെ നോട്ട് റിവീൽ ക്ലവർലി ഡൺ മാനിപ്പുലേഷൻ. വളരെ ക്ലവറായി ചെയ്തിട്ടുള്ള മാനിപ്പുലേഷൻസ് ഒന്നും ഓഡിറ്റിങ്ങിന് റിവീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. നെക്സ്റ്റ് ലിമിറ്റേഷൻ ആണ് ഇൻ മോസ്റ്റ് കേസസ് ദി ജെന്യൂനെസ് ഓഫ് ഓഡിറ്റ് ഈസ് ക്വസ്റ്റ്യനബിൾ. പലപ്പോഴും ഓഡിറ്റിൻ്റെ ജെന്യൂനെസ് ക്വസ്റ്റ്യനബിൾ ആവാറുണ്ട്. അടുത്ത ലിമിറ്റേഷൻ ആണ് ഡ്യൂ ടു ലാക്ക് ഓഫ് ടൈം ആൻഡ് കോസ്റ്റ് ഓഫ് ഓഡിറ്റ് സംടൈംസ് ഓഡിറ്റ് അഡോപ്റ്റ്സ് എ മെത്തേഡ് ഓഫ് ടെസ്റ്റ് ചെക്കിംഗ്. പലപ്പോഴും സമയത്തിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ പ്രശ്നം കാരണം ഓഡിറ്റേഴ്സ് ടെസ്റ്റ് ചെക്കിംഗ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റിങ്ങിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലിമിറ്റേഷൻ ആണ് ദി പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ഓഡിറ്റർ ഈസ് സംടൈംസ് ഫോൾട്ടി. ചിലപ്പോഴൊക്കെ ഓഡിറ്ററിൻ്റെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് തെറ്റാവാറുണ്ട്. നെക്സ്റ്റ് ലിമിറ്റേഷൻ ആണ് ഓഡിറ്റിംഗ് ഈസ് യൂഷ്വലി പെർഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ഇറ്റ് ഹാസ് നോ യൂസ് ഫോർ ദി പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഓൺലി ഫോർ ഫ്യൂച്ചർ. ഓഡിറ്റിംഗ് എപ്പോഴും വർഷത്തിൻ്റെ അവസാനത്തിലാണ് നടക്കുന്നത്. സോ അതുകൊണ്ട് പാസ്റ്റിനും പ്രസൻറ്റിനും യാതൊരു യൂസേജുമില്ല. ഫ്യൂച്ചറിന് മാത്രമാണ് ഓഡിറ്റിംഗ് കൊണ്ട് യൂസ് ഉള്ളത്. നെക്സ്റ്റ് ലിമിറ്റേഷൻ ആണ് ഇഫ് ദി ഓഡിറ്റർ ഈസ് നോട്ട് ബോൾഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ദി പേർപ്പസ് ഓഫ് ഓഡിറ്റ് വിൽ നെവർ ബി ഫുൾഫിൽഡ്. ഓഡിറ്റർ ബോൾഡ് അല്ല, ഇൻഡിപെൻഡൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റ് പേർപ്പസ് അവിടെ ഫുൾഫിൽ ചെയ്യുന്നില്ല. ഇത്രയൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിങ്ങിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്